ഹായ്, ഇന്ന് ജറണ്ട് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. PSC എക്സാമിന് മെയിനായിട്ടും ചോദിച്ചു വരുന്ന ഒരു മേഖലയാണ് ജറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ്, അതായത് എൽ ഡി സി എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് മൂവ് ചെയ്യാൻ പോണത്. ഈ ജറണ്ട് എന്ന പറഞ്ഞാൽ തന്നെ വെർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്ത് പറയുന്നതാണ് എന്ത്, ജറണ്ട് എന്നത്. ഈ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചെയ്യുന്ന, അതായത് ക്രിയ, നമ്മൾ ചെയ്യുന്ന, ഇപ്പോൾ സബ്ജക്റ്റ് നമ്മൾ എന്ന് പറയുന്നത് മീൻസ് സബ്ജക്റ്റ്, പീപ്പിൾ ഓർ തിങ്സ് ആവാം. ഈ സബ്ജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുക, വേർബ് എന്ന് പറയുക. ഈ വേർബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, വോക്ക്, ഡാൻസ്, റീഡ്, കം, കട്ട്, ഡു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുക, വേർബ് എന്ന് പറയുക. ഇതിൽ വേർബിൻ്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നോക്കാം. ഇവിടെ കം, കെയിം, കം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കട്ട്, 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 ഡു, ഡിഡ്, ഡൺ. ഇതാണ് എന്ത്, വെർബിൻ്റെ 3 ഫോർമാറ്റ് എന്ന് പറയണത്. വെർബിന് 3 ഭാഗങ്ങളാണുള്ളത്. അതായത് ബേസ് ഫോം, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ബേസ് ഫോം, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. അതായത് ഈ വെർബിൻ്റെ ബേസ് ഫോം എന്ന് പറഞ്ഞത് ഈ ഫസ്റ്റ് കാണുന്ന ഇതാണ്. കം എന്നുള്ളത് ബേസ് ഫോമും അതിൻ്റെ സിമ്പിൾ പാസ്റ്റ് കെയിമാണ്. അതേപോലെ തന്നെ കം എന്നുള്ളതാണ് എന്ത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വെർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്ത് പറയുന്നതാണ് ജറണ്ട് എന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജു എൻജോയ്സ് ഡാഷ് ദ ഡ്രാമാസ്. രാജു എൻജോയ്സ് ഡാഷ് ദ ഡ്രാമാസ്. നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള മെത്തേഡിലേക്കൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ, എളുപ്പത്തിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു ജോലി അല്ലേ. അപ്പോൾ രാജു എൻജോയ്സ്, ഈ എൻജോയ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ്, നമ്മളവിടെ ഓപ്ഷൻ നോക്കുക. അതിൽ ഞാൻ പറഞ്ഞു ജറണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ വെർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്ത് പറയുന്നതാണ് ജറണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രാജു എൻജോയ്സ്, ഇവിടെ ഓപ്ഷൻ നോക്കുക. റീഡ്, റീഡിങ്, ടു റീഡ്, ടു ബി റീഡിങ്. അതായത് എൻജോയ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ജറണ്ടാണെന്ന് മനസ്സിലാക്കുകയും, അപ്പം നമ്മൾ അടുത്തത് എന്ത് ചേർത്താൽ മതി, വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ഉണ്ടോ എന്നുള്ളത് നോക്കുക. വേർബിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, റീഡാണ്. പക്ഷെ അതിലെന്തില്ല, ING ഇല്ല. ജറണ്ട് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ, റീഡിങ്. അതായത് രാജു എൻജോയ്സ് ദ ഡ്രാമാസ്. അതായത് ഈ എൻജോയ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഓപ്ഷനിൽ വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ഏതിലാണോ ഉള്ളത് അത് അങ്ങോട്ട് നമ്മൾ ചേർത്ത് എഴുതാം. ING ചേർത്തിട്ടുള്ള അതാണ്. ഇനി ഇത് കൂടാതെ, ഈ എൻജോയ് എന്നുള്ളത് കൂടാതെ കീപ്പ്, KEEP, കീപ്പ്, അവോയ്ഡ്, ഡിസ്ലൈക്ക്, അതേപോലെ തന്നെ സ്റ്റോപ്പ്. ഏതൊക്കെയാണ്, കീപ്പ്, അവോയ്ഡ്, ഡിസ്ലൈക്ക്, സ്റ്റോപ്പ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ഇത് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ ഇവിടെ എൻജോയ് മാറ്റിയിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ആയിട്ട് അതിൽ കീപ്പ്, അവോയ്ഡ്, ഡിസ്ലൈക്ക്, സ്റ്റോപ്പ് എന്നിങ്ങനെയുള്ള വാക്കുകൾ കാണുകയാണെങ്കിൽ ഓപ്ഷനിൽ
വേർബ് ഏതാണെന്ന് നോക്കുക. ആ വേർബിൻ്റെ കൂടെ ING ഫോം ഉണ്ടോ എന്നുള്ളത് നോക്കുക. വേർബിൻ്റെ കൂടെ പിന്നെ ഹെൽപ്പിംഗ് വെർബ് വേറെ ഒന്നും വേണ്ട, അവിടെ ടു വേണ്ട, ടു ബി അങ്ങനെയൊന്നും വേണ്ട. വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ഏതാണോ ഉള്ളത് ആ ഓപ്ഷൻ അങ്ങോട്ട് നമ്മൾ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് വാക്കുകളെന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ജെറണ്ട് എന്നുള്ളതിൽ ഏതൊക്കെ വാക്കുകളാണ് എന്നുള്ളത് മാത്രം പഠിച്ചു വയ്ക്കുക. അതായത് എൻജോയ്, കീപ്പ്, അവോയ്ഡ്, ഡിസ്ലൈക്ക്, സ്റ്റോപ്പ്. എൻജോയ്, കീപ്പ്, അവോയ്ഡ്, ഡിസ്ലൈക്ക്, സ്റ്റോപ്പ്. ഈ ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരു ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ, ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. ഓപ്ഷനിൽ വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്തിട്ടുണ്ടോ അതെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് വിത്ത് മീ. വുഡ് യു മൈൻഡ് ഡാഷ് വിത്ത് മീ. ഓപ്ഷൻ നോക്കുക. കംസ്, കേം, കമ്മിങ്, കം. കംസ്, കേം, കമ്മിങ്, കം. ഇതിലിവിടെ നോക്കുക, ജെറണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർക്കുന്നതാണ് എന്ത്, ജെറണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കംസ് എന്നുള്ളത്, കം എന്നുള്ളതാണ് എന്ത്, ഈ കം, കെയിം, കം എന്നുള്ളതാണ് 3 ഫോം. ഈ വെർബ് ഇവിടെ കമ്മാണ്. ഈ കമ്മിൻ്റെ 3 ഫോം എന്ന് പറയുന്നത് എന്താണ്, ബേസ് ഫോം കമ്മും, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് കെയിമും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് കമ്മാണ്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ വേണ്ടത് എന്താണ്, വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്ത് വരുന്നത് ഏതാണോ അതാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇത് ജെറണ്ട് ആണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഈ വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ് എന്നിട്ട് ഇങ്ങനെയൊരു വാക്ക് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു എൻജോയ്, കീപ്പ്, അവോയ്ഡ്, ഡിസ്ലൈക്ക്, സ്റ്റോപ്പ്, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത് കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് ജെറണ്ട് ആണെന്ന് മനസ്സിലാക്കുകയും വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർക്കുകയും വേണം. അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ കംസ് എന്ന് തന്നിട്ടുണ്ട്. കംസ് എന്നുള്ളത് കം എന്നുള്ളത് ബേസ് ഫോമാണ്, പക്ഷേ അതിൻ്റെ കൂടെ എന്തില്ല, ING ഇല്ല. അടുത്തത് കെയിം ആണ്, അത് സിമ്പിൾ പാസ്റ്റ് ആയിപ്പോയി. അടുത്തത് ഏതാണ്, കമ്മിങ്. കമ്മിൻ്റെ കൂടെ ING ചേർന്നാലാണ് എന്ത്, കമ്മിങ്. അപ്പോൾ ഇവിടെ ആൻസർ കമ്മിങ്. അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ജെറണ്ട് ആണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ കൂടെ വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്ത് പറയുകയും ചെയ്താൽ മാത്രം മതി. അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന പോലെ കുറച്ച് വാക്കുകളും കൂടിയുണ്ട്. ഡു യു മൈൻഡ്, ഡു യു മൈൻഡ്, no use. Do you mind? No use, no good. Do you mind? No use, no good. ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നാലും എന്താണ്, വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന് വന്നപ്പോൾ നമ്മൾ കം എന്ന ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്ത് കമ്മിങ് ആക്കി എഴുതി. അപ്പോൾ അതേപോലെ തന്നെ ഡു യു മൈൻഡ്, നോ യൂസ്, നോ ഗുഡ്, നോ ഗുഡ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ഉണ്ടോ എന്നുള്ളത് നോക്കുക, അത് അങ്ങോട്ട് എടുത്ത് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് വേർഡ്സുകൾ പഠിച്ചു. എൻജോയ്, കീപ്പ്, അവോയ്ഡ്, ഡിസ്ലൈക്ക്, സ്റ്റോപ്പ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, നോ യൂസ്, നോ ഗുഡ്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അത് ജെറണ്ട് ആണെന്ന് മനസ്സിലാക്കുകയും വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ഉണ്ടോ ഓപ്ഷനിൽ എന്നുള്ളത് നോക്കുക, അതങ്ങോട്ട് എഴുതി വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഐ ലുക്ക് ഫോർവേഡ് ടു, ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഫ്രം യു. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഫ്രം യു. ഇതിലിവിടെ മെയിനായിട്ടും ലുക്ക് ഫോർവേഡ് ടു, ലുക്ക് ഫോർവേഡ് ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതെന്താണ്, ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കണം. ലുക്ക് ഫോർവേഡ് ടു എന്ന് കണ്ടാൽ അത് ജെറണ്ട് ആണ്. അപ്പം നമുക്കിവിടെ എന്ത് വേണം, വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING വേണം. അപ്പോൾ ഓപ്ഷനിൽ ഹിയറിങ്, ഹിയർ, ഹിയേഴ്സ്, നൺ ഓഫ് ദീസ് എന്നുണ്ട്. അപ്പം നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ലുക്ക് ഫോർവേഡ് ടു എന്ന് കണ്ടാൽ വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർക്കണം. അപ്പോൾ ഇതിൽ ആൻസറിൽ എന്താണ്, ഹിയറിങ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ലുക്ക് ഫോർവേഡ് ടു,
എന്നതിൽ ഈ ടു ഒഴിവാക്കിയിട്ട് ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു എന്ന് തന്നാൽ ഓപ്ഷനിൽ ഈ ഹിയറിങ്ങിൻ്റെ മുന്നിലായിട്ട് ഇപ്പോൾ ഹിയറിങ് എന്ന് തന്നിട്ടുണ്ടാകും, ചിലപ്പോൾ ടു ഹിയറിങ്ങിന് പകരം ഹിയറിങ് ഉണ്ടാകും, ടു ഹിയറിങ് എന്നാണ് തന്നിട്ടുള്ളതെങ്കിലോ ഈ ടു ഹിയറിങ് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. അതായത് ലുക്ക് ഫോർവേഡ് എന്ന് തന്ന് ടു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ ടു ഹിയറിങ് എന്നാണ് കാണുന്നതെങ്കിൽ ടു എന്നുള്ള ഇതും അതേപോലെ തന്നെ വേർബിൻ്റെ കൂടെ ING ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഐ ലുക്ക് ഫോർവേഡ് ടു, പിന്നെ വേർബ് ഏതാണോ ആ വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്തിട്ടുള്ള വാക്കാണ് അവിടെ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു, ഇവിടെ ഐ ലുക്ക് ഫോർവേഡ് ടു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്ത് പറഞ്ഞു. ഇനി ഇവിടെ ടു തന്നിട്ടില്ലെങ്കിൽ ടു ഹിയറിങ് എന്നുള്ളത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ആ ഓപ്ഷനാണ് അവിടെ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇത് ലുക്ക് ഫോർവേഡ് ടു എന്ന് വന്നു. ഇത് കൂടാതെ വിത്ത് എ വ്യൂ ടു, വിത്ത് എ വ്യൂ ടു കൂടാണ്ട് ഇൻ അഡീഷൻ ടു, അതായത് വിത്ത് എ വ്യൂ ടു, ഇൻ അഡീഷൻ ടു, ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നാലും എന്താണ് ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കിയും വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർക്കുകയും വേണം. അപ്പോൾ നമ്മളിവിടെ അതിന് മുന്നേ പഠിച്ചതെല്ലാം കാണാപ്പാടം പഠിച്ചു വെച്ചാൽ മതി, ഈ വാക്കുകൾ കാണാപ്പാടം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇത് കാണുമ്പോൾ ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കാനും ING ചേർത്തിട്ടുള്ള വെർബ് എഴുതാനും നമുക്ക് കിട്ടും. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടു എന്ന് കണ്ടാൽ എന്താണ് ജെറണ്ട് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടു, വിത്ത് വ്യൂ ടു, ഇൻ അഡീഷൻ ടു എന്നിങ്ങനെയുള്ള വാക്കുകൾ വന്നാൽ അത് ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കണം. വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ എന്ത് ചേർക്കണം? ING ചേർക്കണം. ഇനി ഇതിൻ്റെ കൂടെ ടു എന്ന് തന്നിട്ടില്ലെങ്കിൽ ആ ടു എന്നുള്ളതിൻ്റെ ഓപ്ഷൻ എവിടെയാണോ അവിടെയാണ് നമ്മൾ അത് നോക്കി ആ ടു എന്നുള്ളത് ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അത് ചേർത്താൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീ ഈസ് അഡിക്റ്റഡ് ടു ഡാഷ് ഹെവിലി. അതായത് വേറൊന്നുമില്ല, ഇതിപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഒരു വാക്ക് കണ്ടിട്ടാണ് അത് ജെറണ്ട് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ. അപ്പോൾ ഇവിടെ ഈസ് അഡിക്റ്റഡ് ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കുകയും വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ സ്മോക്ക്, സ്മോക്ക്ഡ്, സ്മോക്കിംഗ്, നൺ ഓഫ് ദീസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വേർബിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്ന വെർബ് എന്താണ്? സ്മോക്കാണ്. ബേസ് ഫോമിൻ്റെ കൂടെ ING ഉണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ ING ഉള്ളത് ഏതാണ്? സ്മോക്കിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആ സ്മോക്കിംഗ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ് അഡിക്റ്റഡ് ടു എന്ന് കണ്ടാൽ അതെന്താണ് ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കുക. വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർക്കുക. ഇതിൽ കൂടാണ്ട് ബി അഡിക്റ്റഡ് ടു, ബി അഡിക്റ്റഡ് ടു, ബി dedicated to, be dedicated to, be addicted to, be dedicated to, be committed to, be used to. അതായത് be addicted to, be dedicated to, be committed to, be used to ഇവ വന്നാലും ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കിയും വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർക്കണം. അപ്പോൾ ഈ വാക്കുകൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ് അഡിക്റ്റഡ് ടു, ബി അഡിക്റ്റഡ് ടു, ബി ഡെഡിക്കേറ്റഡ് ടു, ബി കമ്മിറ്റഡ് ടു, ബി യൂസ്ഡ് ടു. ഈസ് അഡിക്റ്റഡ് ടു, ബി അഡിക്റ്റഡ് ടു, ബി ഡെഡിക്കേറ്റഡ് ടു, ബി കമ്മിറ്റഡ് ടു, ബി യൂസ്ഡ് ടു. ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് ജെറണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കുകയും വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ഉണ്ടോ എന്ന് നോക്കുക. ആ ING ഉള്ള വേർബ് എടുത്തിട്ട് അവിടെ ആൻസർ ആയിട്ട് എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദ ഹെഡ് മാസ്റ്റർ ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ് ദ ലെറ്റർ. ദ ഹെഡ് മാസ്റ്റർ ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ് ദ ലെറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ ഇതിൽ നമുക്ക് പ്രത്യേകിച്ചും പ്രിപ്പോസിഷനും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻസിസ്റ്റഡ് ഓൺ ആണ്. ഇൻസിസ്റ്റഡിൻ്റെ കൂടെ എന്താണ്? ഓൺ ആണ്. അപ്പം ഈ ഇൻസിസ്റ്റഡ് ഓൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻസിസ്റ്റഡ് ഓൺ എന്ന് വന്നു. അപ്പം നമ്മൾ എന്താണ്? വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്താൽ എന്താണ്? ഇവിടെ ബാക്കിയുള്ള ഓക്സിലറീസ് ഒന്നും ചേർക്കണ്ട. ഇതിൻ്റെ കൂടെ ഓക്സിലറി വേർബ്സ് ഒന്നും ചേർക്കണ്ട. ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 3 ഫാമിലീസ് ഉണ്ട്. ബി ഫാമിലി ഉണ്ട്, ഡു ഫാമിലി ഉണ്ട്, ഹാവ് ഫാമിലി ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അതായത് ഈ സീയിങ് എന്നുള്ളത്, അതായത് സി എന്നുള്ളതാണ് വെർബ്. ഈ വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്താൽ അതെന്താവും? ജെറണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ജെറണ്ട് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇൻസിസ്റ്റഡ് ഓൺ എന്നുള്ളത് സെൻറ്റൻസിലുണ്ട്. അപ്പം അതെന്ത് ചെയ്യാം? വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്തിട്ടുള്ള സീയിങ് എന്നുള്ളത് നമുക്ക് ആൻസറായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ദ ഹെഡ് മാസ്റ്റർ ഇൻസിസ്റ്റഡ് ഓൺ എന്ന് വന്നതുകൊണ്ട് സീയിങ് എന്നുള്ള ജെറണ്ടാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതായത് സി എന്നുള്ളത് വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്തു. ഇൻസിസ്റ്റഡ് ഓൺ എന്ന് കണ്ടപ്പോൾ അത് നമ്മൾ ജെറണ്ടാണെന്ന് പറഞ്ഞു. ഇതേപോലെ ഈ ഇൻസിസ്റ്റഡ് ഓൺ എന്നുള്ളതിന് പോലെ തന്നെ കുറച്ച് വാക്കുകളുണ്ട്. അതും കൂടെ പഠിച്ചു വെച്ചാൽ അത് ജെറണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. ഇൻസിസ്റ്റഡ് ഓൺ, റിഫ്രെയിൻ ഫ്രം, abstain from, refrain from, abstain from, prohibit from, prevent from, refrain from, abstain from, prohibit from, prevent from. Insisted on, refrain from, abstain from, prohibit from, prevent from. അടുത്തതായിട്ട് insist on, intent on, keen on. Insist on, intent on, keen on. Success in, interested in. Success in, interested in. ഒരിക്കൽ കൂടി നോക്കാം. Insisted on, refrain from, abstain from, prohibit from, prevent from, insist on, intent on, keen on, success in, ഇൻട്രസ്റ്റഡ് ഇൻ. ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അത് ജെറണ്ട് ആണെന്ന് മനസ്സിലാക്കുകയും എന്ത് ചെയ്യണം? ഓപ്ഷനിൽ വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രപ്പോസിഷൻ എവിടെയൊക്കെ ചേർത്താൽ ഏതിൻ്റെ കൂടെ എന്താണ് ചേർക്കേണ്ടത്, ഫ്രം ആണോ, ഓൺ ആണോ, ഇന്നാണോ എന്നുള്ളത് കൂടെ നമുക്ക് പഠിക്കാനായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇത് പഠിച്ചാൽ. ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇത്തരത്തിലുള്ള വാക്കുകൾ ആദ്യം പഠിച്ചു വെക്കുക. അതായത് എൻജോയ്, കീപ്, അവോയ്ഡ്, ഡിസ്ലൈക്ക്, സ്റ്റോപ്പ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, നോ യൂസ്, നോ ഗോഡ്, ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, ഇൻ അഡീഷൻ ടു, be addicted to, be dedicated to, be committed to, be used to, insisted on, refrain from, abstain from, prohibit from, prevent from, insist on, intent on, keen on, success in, interested in. ഇത്തരത്തിലുള്ള വാക്കുകൾ കാണാപ്പാഠം പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞിട്ടില്ല, ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. ഇത് നമ്മൾ തനിച്ചെടുക്കുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അതെല്ലാം അഡ്ജസ്റ്റ് ആയിട്ട് ജെറണ്ട് എന്നുള്ള ടോപ്പിക് എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇത്തരത്തിലുള്ള ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് എക്സാമിന് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഏതൊക്കെയാണ് ജെറണ്ട് വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൽ ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്, LDC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ താങ്ക് യു.